വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതുതായിട്ട് എന്നെ ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അരുണിമ, വീട്ടിൽ വിളിക്കുന്നൊരു ശ്രീകുട്ടി, അതാണ് നമ്മളെ ചാനലിൻ്റെ പേര്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അത് എനിക്ക് സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് 3 കുർത്തിയാണ്, ഒരു കുർത്ത പോട്ട് നമുക്ക് കിട്ടത്തില്ലത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു തംബ്നെയിലൊക്കെ എടുത്തു തരാം. ആദ്യമേ ഞാൻ എടുത്തിരിക്കുന്നു, എല്ലാം ഒരു പാർട്ടി വെയർ ആണ്, കൂടുതലും പാർട്ടി വെയർ ആണ്. പിന്നെ ബ്ലാക്ക് ആയിരുന്നു ഒരെണ്ണം എടുത്തത്, നല്ല കിട്ടില്ല ഡ്രസ്സായിരുന്നു. എനിക്ക് ബ്ലാക്കിനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്, പക്ഷേ അതെനിക്ക് കിട്ടിയില്ല. ഞാൻ അതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിരുന്നത്, കാര്യം എനിക്ക് അത്ര ഇഷ്ടമാണ് ബ്ലാക്ക്. അപ്പോൾ ഇത് വന്നിട്ട് വൈറ്റ് ആണ് കേട്ടോ, വൈറ്റ് വന്നിട്ട്. അപ്പോൾ ആദ്യമേ വന്നിട്ട് ഇതാ ഈ വൈറ്റാണ്, ഈ വൈറ്റ് നല്ല പ്യുവർ വൈറ്റാണ്. ഇത് വരുന്ന സ്കാലോപ്പ് ഡിസൈനാണ്. ഈ ഫുൾ ബോഡി ഈ ഒരു ഡിസൈനാണ് വരുന്നത്, ഈ ഒരു ഡിസൈനാണ് വരുന്നത്. ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം. ഫുൾ വൈറ്റാണ്. ഇതിൻ്റെ താഴെ വരെയും ഈ ഒരു ഡിസൈനാണ് കേട്ടോ വരുന്നത്. പക്ഷേ എനിക്ക് വെള്ള അരിക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷെ എന്നാലും ഇതിൻ്റെ ബോഡി ഫുള്ളും എന്താ ഈ ഒരു ഗോൾഡ് ഡിസൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ വർക്കൊന്നുമില്ല. ഫാബ്രിക് വന്നിട്ട് സെമി സിൽക്കാണ് ഇത് വരുന്നത്. കഴുത്തി മാത്രമേ ഉള്ളത്, താഴോട്ടൊന്നും ആ ഡിസൈൻ ഇല്ല, ആ വെള്ള വർക്ക് മാത്രമേ ഉള്ളൂ. കയ്യിലും ഡിസൈൻ ഇല്ല. ഇത് കഴുകിയാലും ഒരുവിധം കിടക്കും ഗൈസ്. ഈ ടോപ്പ് ഉറപ്പായിട്ട് ലാസ്റ്റ്. വൈറ്റ് പാൻറ് വന്നിട്ട് അത്രയും സീത്രൂ ആണ്, നല്ല സീത്രൂ ആണ് പാൻറ് വന്നിട്ട്. എനിക്ക് തോന്നുന്നു ഈ വൈറ്റ് പാൻറ്റിൻ്റെ കൂടെ അടിയിൽ എന്തെങ്കിലും ഇടാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ ഇച്ചിരി സീത്രൂ ആണ്, എന്നാലും കുഴപ്പമില്ലാതെ വിയർ ചെയ്യാൻ പറ്റും. ഞാൻ ഇട്ട് നോക്കി. അപ്പോൾ ഞാനൊരു മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഇത് സീത്രൂ ആണെങ്കിൽ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ പോകാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ എന്തെങ്കിലും ആയിട്ട് ഇടാം. പാൻസ് കിട്ടുമല്ലോ, കട്ടി കുറഞ്ഞത് പാൻസ് കിട്ടും, അതിടാം. ഷോളെന്ന് പറയുന്നത് തട്ട് ഇടുന്നവർക്കാണെങ്കിൽ എന്നാൽ നിൽക്കത്തില്ല, നെറ്റിൻ്റെ മെറ്റീരിയലാണ്. പക്ഷെ ചിലർക്ക് ഇതൊക്കെ ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് വന്നിട്ട് ഇത് തലയിൽ ഇങ്ങനെ നിൽക്കാത്ത എനിക്ക് തോന്നി, ഇങ്ങനെ ഇങ്ങനെ എത്താത്ത കണക്ക് എനിക്ക് തോന്നി. കാര്യം ഇങ്ങനെ ഒന്ന് ഒരു ഒതുങ്ങി നിൽക്കാത്ത കണക്ക് തോന്നി. തട്ട് ഇടുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും, ഒരു ഒതുങ്ങി നിൽക്കാത്ത ഒരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ളത് ഇടുന്നവർക്കാണെങ്കിൽ ഇത് ഓക്കെയാണ്. കാര്യം പാൻറ് നമ്മളെ ചതിച്ചു, ഷോള് നമ്മളെ ചതിച്ചു. പിന്നെ ഇവിടെ കുറച്ച് പണ്ടത്തെ ഒപ്പനയ്ക്കകത്ത് ഇങ്ങനെ തട്ട് വിടും, അതിനകത്ത് ഇങ്ങനെ ഉണ്ട്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷേ ഇത് ഇച്ചിരി കൂടെ നല്ല മെറ്റീരിയലായിരുന്നെങ്കിൽ, നെറ്റിൽ തന്നെ ഇച്ചിരി കൂടെ നല്ല ഒതുങ്ങിയ നെറ്റ് ഉണ്ടല്ലോ, അതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടായിട്ട് നമുക്ക് ഇടായിരുന്നു. 7.8 കൊടുക്കാം, 8 ഒക്കെ കൊടുക്കാം. അടുത്ത വന്നിട്ട് നമ്മൾ ഒരു ഓറഞ്ച് ദുപ്പട്ട സെറ്റാണ്. ഇതെല്ലാം സെറ്റാണ്, ഒരെണ്ണം മാത്രമേ ഉള്ളൂ കുർത്തി വരുന്നത്. ഇത് അടുത്താണ് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ 2 ലാർജാണ് കേട്ടോ എടുത്തേക്കുന്നത്. കറക്റ്റിങ് കുറച്ചും കൂടെ മെറ്റീരിയൽ ഭയങ്കര ഇതായിട്ട് തോന്നി. ഈ കളറല്ല കേട്ടോ കാണാൻ വേണ്ടി, ഡയറക്റ്റ് കാണാൻ വേണ്ടി ഇച്ചും കൂടെ ഓറഞ്ച് ഇതിൽ ഒരു ചെങ്കൽ കളർ കണക്കിരിക്കുന്നില്ലേ, ഒരു ചെങ്കൽ കളർ കണക്കിരിക്കുന്നത്. ഈ വർക്ക് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇതിൻ്റെ താഴെ വരെയും ഈ വർക്കാണ്, സൂപ്പർ വർക്കാണ് കേട്ടോ. അതിൽ ഈ വർക്കിലൊന്നും ഒരു ഇതോ നൂല് പൊങ്ങിയിട്ടോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഇത് വിസ്കോസ് സിൽക്ക് എന്നും പറഞ്ഞിട്ടൊരിതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര കംഫർട്ടബിളായിട്ട് നമ്മളെ ഡെയിലി വെയർ യൂസസിന് പറ്റിയൊരിതാണ്. ഒരു മാരേജിന് മാത്രമല്ല, അല്ലാതെ ഡെയിലി വെയർ ആയിട്ട് ഓഫീസിൽ പോകുന്നവർക്കും എല്ലാം പറ്റിയൊരിതാണ്. പിന്നെ ഇതും കൂടി ഇടാൻ നമ്മളെ ഇതിൻ്റെ ദുപ്പട്ടയും കൂടി ഇടുമ്പം ഇതൊരു റിച്ച് ലുക്കാവും. മാരേജിന് പോകുമ്പോൾ വേണമെങ്കിൽ അതിട്ടാൽ കുറച്ചും കൂടി ഒരു റിച്ച് ലുക്ക് വരും. അല്ലാതെ പോകാനാണെങ്കിൽ ഇതും പാൻറ്റും മതി. കണ്ടോ, ഇങ്ങനെ ഈ കൈയുടെ ഇവിടെ ഡിസൈനുണ്ട്. പാൻറ്റ് വന്നിട്ട് ഒരു എലാസ്റ്റിക് ആയിട്ടുള്ള പാൻറ്റാണ്, താഴെ പലാസോ പാൻറ്റ്. ഇഷ്ടപ്പെട്ടത് ഈ മെറ്റീരിയലാണ്. ഫുള്ള് ഈ കളറ് മാത്രമേ ഉള്ളൂ, വേറെ ഡിസൈൻ ഒന്നുമില്ല. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഷോളാണ്. ഈ ഷോളെന്ന് പറയുമ്പം ഇങ്ങനെ ഉണ്ടോ, ഇവിടെ മൊത്തം ഇങ്ങനെ ഗോൾഡ്, ഈ ഒരു ഡിസൈനാണ് ഫുൾ. ഇതിൽ മൊത്തം ആ ഡിസൈനാണ് വരുന്നത്. ഉണ്ടോ, ഈ ഒരു ഡിസൈനാണ് ഇത് ഫുൾ. ഇത് നല്ല ഭംഗിയാണ്. ഞാൻ ഇട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഹാഫ് സാരി ആയിട്ട് ഉടുക്കാൻ പറ്റും, നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ചേരുന്നോന്നറിയാമേ, നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇത് വന്നിട്ട് നമുക്ക് എത്ര കൊടുക്കാം, തുണി എനിക്ക് ഇഷ്ടപ്പെട്ട്, പക്ഷെ കളർ എനിക്ക് മാച്ച് ആവുന്ന ഒരു ഡൗട്ട് കൊണ്ട് ഞാൻ 7.5, മറ്റേത് 8. മാച്ച് ആവുന്ന മാത്രമേ നോക്കുള്ളൂ. തുണി നോക്കുവാണെങ്കിൽ
ഇതിന് ഞാൻ ഫസ്റ്റ് കൊടുക്കും. അതിന് വേണമെങ്കിൽ 9 കൊടുക്കും. കാര്യം ആ ഓറഞ്ചിന്, കാര്യം അതിൻ്റെ തുണി നല്ല, എനിക്ക് വൈറ്റിൻ്റെ കുറച്ചും കൂടെ എനിക്ക് ചേരുന്നെങ്കിലും തുണി അത്ര ഓറഞ്ചിൻ്റെ അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. കഴിവുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അടുത്ത് വന്നിട്ട് ഇതാ, അയ്യോ എൻ്റെ ഫേവറേറ്റ് കളറായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണ സാരി ഇതാണ്. എൻ്റെ മിക്കവാറും ഉള്ള എൻ്റെ ഇപ്പം ഞാൻ ഉടുത്ത ഒരു നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോ എന്താ മനസ്സിലായി, ഇതിൻ്റെ ഒരു സാരി ഉടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പോലെ എനിക്ക് അത്രയും ഫേവറേറ്റ് ഒരു കളറാണ്. പക്ഷെ മാരേജിന് ഞാൻ എടുത്തത്, പക്ഷെ അതൊക്കെ അന്ന് യൂട്യൂബൊന്നും അത്ര ഇതില്ലായിരുന്നു കേസ്, അല്ലെങ്കിൽ ഞാൻ അതൊക്കെ ഞാൻ വ്ളോഗ് ചെയ്തേനെ. പക്ഷേ ഇത് ഉടുത്ത് വന്നപ്പോൾ ഉണ്ടല്ലോ, മാരേജിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, അതിനകത്ത് ഭയങ്കരമായിട്ട് എനിക്ക് മാച്ചായി പോകുന്ന കളറായത്. ഇതൊരു പേർപ്പിളാണ്. അതിൽ വന്നപ്പോഴത്തേക്ക് ഒരു ഗോൾഡുമായിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു എന്താ പറയുന്നത്, ഇവരൊക്കെ പറയും തീപ്പെട്ടി കളറെന്ന്, അതെനിക്കറിയില്ല. ഒരു പർപ്പിൾ കളറാണ് അതും. എനിക്കൊരു കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ വൈറ്റിലും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് ഇതൊക്കെ കാണിച്ചെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള സിമ്പിൾ ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നെയ്ത്ത് കാണിച്ചു തരാം. കണ്ടോ, കൊള്ളാവോ? എൻ്റെ കളർ മാച്ച് ആവുന്നു ഗൈസ്, എനിക്കറിയാൻ വയ്യ. ഇതിൽ വേറെ ഡിസൈൻ ഒന്നുമില്ല. ഇതിൻ്റെ വേറൊരു തരം ഡിസൈനൊക്കെ മീഷോയിൽ ഓടിക്കിടന്ന് കളിക്കുന്നുണ്ട്. ഇതിപ്പം പുതുതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഇത് താഴെ വരെയും ഫ്രണ്ടിൽ വർക്കുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം സൈഡിലെല്ലാം വർക്കുണ്ട്. ബാക്കിൽ സിമ്പിളാണ്. ഇതിൻ്റെ കൈയുടെ ഇവിടെയും ഒരു ഡിസൈൻ, ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, നെഞ്ചിൻ്റെ ഇവിടം വരെയും ഡിസൈൻ ഉണ്ട്. അതാണ് ഇവിടെയും ഡിസൈൻ ഉണ്ട്. ഉണ്ടോ, ഈ മെറ്റീരിയൽ വന്നിട്ട് മറ്റേ നമ്മളെ ഇതില്ലേ റയോണും കോട്ടൺ ബ്ലെൻഡാണെന്ന് തോന്നുന്നു. കാര്യം നല്ല കംഫർട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും നമ്മളിങ്ങനെ കണ്ട് ചേച്ചി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മളെ കുഞ്ഞു ചാനലല്ലേ, അപ്പോൾ കുഞ്ഞു ചാനലാകുമ്പോൾ അധികം ആരും കാണത്തില്ലെന്നല്ലേ ഇപ്പം എൻ്റെ മനസ്സിലൊക്കെ. ആരും കാണത്തില്ല, ആര് കാണാനാണ് വീഡിയോ ഒക്കെ എന്നാണ് വിചാരിക്കുന്നത്. കാര്യം വലിയ കണ്ടൻറ്റോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നും ഇല്ലെങ്കിലും എങ്ങനെ പറയാം, നമ്മളെ എവിടെയോ നമ്മളെ അറിയാത്തവരായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിനകത്തിരിക്കുമ്പം ഒരാൾ എന്നെ അറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ ആരെങ്കിലും പരിചയമുള്ള നമ്മളെ ഇടയിലുള്ള പരിചയമുള്ള നമ്മളിങ്ങനെ വീഡിയോ ചെല്ലുമ്പോൾ നമ്മൾ പരിചയം പുതുക്കി എവിടെയെങ്കിലും വെച്ച് കാണുമ്പം മിണ്ടുക. എനിക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാര്യം എവിടെയെങ്കിലും ആയിക്കോട്ടെ, എന്നാലും നമ്മളെ അടുത്തുള്ളവർ പോലും, നമ്മളെ കൊല്ലത്തുള്ളവർ പോലും, നമ്മളെ ഇപ്പം ദൂരെയൊക്കെ വല്ലപ്പോഴും ഒരു വേണമൊക്കെ ഒരാളൊക്കെ ഉള്ളൂ. നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ എന്നെ കണ്ട് മിണ്ടാനൊന്നും ആളൊന്നുമില്ല. നിങ്ങളൊക്കെ കണ്ടാൽ വന്ന് മിണ്ടുക, പിന്നെ സംസാരിക്കുക. ഞാൻ ഇച്ചിരി ഇപ്പോൾ എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ പുറത്ത് കാണുമ്പോൾ അങ്ങ് ഉത്തരം മുട്ടിപ്പോവും. വെച്ച് കാണുമ്പോൾ എനിക്ക് ഇച്ചും കൂടെ പെട്ടെന്ന് അങ്ങോട്ട് ആൻസർ വരത്തില്ല. പക്ഷെ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ് കേട്ടോ, ഇൻട്രോവേർട്ട് അല്ല, ഞാൻ എക്സ്ട്രോവേർട്ടാണ്. പക്ഷെ ചില നിമിഷം എന്നെ ആ നാണം കുണിങ്ങിയാക്കും ഗൈസ്. ചില സമയത്ത് എനിക്ക് ആ ഒരു പ്രശ്നം കയറി വരും. ചില സമയം നമുക്ക് പെട്ടെന്ന് തിരിച്ച് മറുപടി പറയാൻ ഒരു ഞാനോ പിടിച്ചു വലിക്കും. അപ്പോൾ അല്ലാത്ത ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ. പക്ഷേ എന്താണെങ്കിലും നിങ്ങൾ വന്ന് മിണ്ടാതെ എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് നമ്മളൊന്ന് 2000 വ്യൂസ് 2000 സബ്സ്ക്രൈബേഴ്സ് ആക്കി തരും. ഞാൻ 2 ലക്ഷമല്ല പറഞ്ഞത്, 2000 സബ്സ്ക്രൈബേഴ്സ് ആക്കി തരാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ശ്രമിച്ചാൽ നടക്കും ഗൈസ്. ഒത്തൊരുമിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ എല്ലാവരും നമ്മൾ മുമ്പോട്ട് പോകാം. പെൺകുട്ടിയാണ്, അൽഫിനെയോ അങ്ങനെ എന്തോ വെച്ചിട്ടാ ആദ്യം തൊട്ടേ ആ കുട്ടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അവളും എല്ലാ വീഡിയോസിനും വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം കമൻസൊക്കെ കുറവാണ്. വന്ന് മിണ്ടുന്നവർക്കും യൂട്യൂബിൽ വീഡിയോ കാണുന്നുണ്ട് ചേച്ചി എന്ന് പറയുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാര്യം അവരെല്ലാവരും വീഡിയോ കാണുന്നതുകൊണ്ടാണ് നമ്മളെ വീഡിയോ ഇങ്ങനെയെങ്കിലും ആരെങ്കിലും കാണുന്നത്. അല്ലെങ്കിൽ 1000 പേരൊക്കെ കാണുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. കാര്യം 1000 പേരെങ്കിൽ 1000 പേര് നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും വേണമെന്നില്ല എല്ലാ യൂട്യൂബേഴ്സും ആഗ്രഹിക്കും. ആരെങ്കിലുമൊക്കെ കാണും, തീർച്ചയായിട്ടും കാണും. അവരാരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ, സാധാരണ എനിക്ക് വ്യൂസ് വരാറുള്ളത് 100, 50, 25 അങ്ങനെയൊക്കെയാണ്. അതിലാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറയരുത് കേട്ടോ. ഡ്രസ്സിൻ്റെ ഇത് വേണോ, അല്ലെങ്കിൽ വ്ളോഗ്സ് വേണോ, അല്ലെങ്കിൽ യാത്രാ വ്ളോഗ് വേണോ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ഇടണോ. വീട്ടിലെ കാര്യം ഇടാൻ കുറച്ച് എനിക്കൊരു ഇതാണ് കേട്ടോ. എനിക്കത് കണ്ടൻറ്റ്ഫുള്ളായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇതും കണ്ടൻ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ഷെയർ ചെയ്ത് ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടുന്നതെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന്
കമൻറ്റ് ചെയ്യാൻ കാണുന്നെങ്കിൽ മറക്കരുത്, കമൻറ്റ് ചെയ്യൂ, പറ്റിക്കരുത്, കാണുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ, അതുവരേക്കും ബൈ. സ്വാഭാവികമായിട്ടും ഇതുവരെയും നിങ്ങൾ എന്നെ വീഡിയോ കാണുമ്പോൾ വെറുത്തിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ പറയുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.